നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർ, പാട്ട് ആസ്വദിക്കുന്നവർ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ഒരാളോടാണ്, യേശുദാസിനോട്. യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ്, യേശുവിൻ്റെ ദാസൻ. യേശുദാസിൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു മലയാളി പോലും ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ യേശുദാസിൻ്റെ പാട്ട് എവിടെയെങ്കിലും നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ഭാഗ്യം പിടിച്ച ജന്മമാണ്. അത്രയും നല്ലൊരു മനുഷ്യൻ, അത്രയും നല്ല വോയിസ്. അതുപോലൊരു യേശുദാസ് നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് നമ്മുടെ ഈ ലൈഫിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിത് പറയാൻ പോണത് യേശുദാസിൻ്റെ കാര്യമല്ല. നമ്മൾ പറയാൻ പോണത് യേശുദാസിൻ്റെ അനുജൻ KJ ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു അനുജൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോണത്. ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ യേശുദാസിനെ കുറേ ആൾക്കാർ കല്ലെടുത്ത് അറിഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ ചളി വാരി അറിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്തുള്ള ഒരു വിഷയം അത്. യേശുദാസിന് അനിയനെ നോക്കിയില്ല, യേശുദാസിന് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു. യേശുദാസ് അത് ചെയ്തില്ല. യേശുദാസ് ദുഷ്ടനാണ്. യേശുദാസ് അനിയനോട് സ്നേഹമില്ലാത്തവനാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി അമേരിക്കയിൽ പോയി അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബം, അതുപോലെ തന്നെ അനുജൻ, ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ അനുജൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ളവർ പറയണത്. ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിൻ്റെ കൂടെയാണ്. യേശുദാസിനേലും നന്നായിട്ട് പാട്ട് പാടുന്നു. യേശുദാസിൻ്റെ ജസ്റ്റിനും ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ജീവിതമാണ്. അവർ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ വളർന്നു വന്നവരാണ് അവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും നന്നായി പാട്ട് പാടും. യേശുദാസിനേലും നന്നായി പാട്ട് പാടും ജസ്റ്റിൻ ഒരുപാട് ഗാനമേളകളിൽ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുദാസിൻ്റെ ഒരുപാട് അമേരിക്കൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുദാസിൻ്റെ നിഴലായിട്ട് നടന്ന ഒരാളാണ് ജസ്റ്റിൻ. അദ്ദേഹമായിരുന്നു ആദ്യകാലത്ത് തരങ്ങണി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റുഡിയോ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. ആ സ്റ്റുഡിയോയിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് അവിടുത്തെ ഏകാധിപതി എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണതും എത്ര പൈസ വേണമെങ്കിലും എടുത്ത് തിരിമറി ചെയ്യാമെന്നും എല്ലാ സ്വാതന്ത്ര്യവും യേശുദാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും നന്നായിട്ട് അനുജനായിട്ട് യേശുദാസിന് അത്രയും ഇഷ്ടമാണ്, സ്നേഹമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യേശുദാസ് കുറേ അധികാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങി അനുജനെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുജനെ പല സംഭവങ്ങളിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെ നിൽക്കുന്നതോടുകൂടി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡിയോ നിർത്താനുള്ള പരിപാടിയാണ്. യേശുദാസ് ആ സ്റ്റുഡിയോ വിറ്റു. അപ്പോൾ പതുക്കെ എല്ലാ കാര്യങ്ങളും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റി നമ്മുടെ ജസ്റ്റിനെ മാറ്റി. അപ്പോൾ ജസ്റ്റിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മക്കൾ, ഭാര്യ, സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂപ്പര് പിന്നെ ജോലിയൊന്നും ഇല്ലാണ്ടായി, ഒറ്റപ്പെട്ടപ്പോൾ പിന്നെ മൂപ്പർക്ക് ആകെ വിഷമത്തിലായി. അപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ല. അതിൻ്റെ ഇടയിൽ ജസ്റ്റിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത മോൻ ആത്മഹത്യ ചെയ്തു. അത് ജസ്റ്റിനെ ഒരുപാട് തളർത്തി. അപ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവനെ കാക്കനാട് ആണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ കാക്കനാട് അത്താണിയിൽ ഒരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ പല രോഗങ്ങൾക്കും അടിമയാണ് ഈ ജസ്റ്റിൻ. അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നു. അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു. അതിനോടൊപ്പം തന്നെ ഭാര്യയ്ക്ക് അസുഖങ്ങൾ, ജോലിക്ക് ചെയ്യാൻ പറ്റാണ്ടായി. സംഗീതത്തിന് ജസ്റ്റിനും മറന്നു, സംഗീതം ജസ്റ്റിനും മറന്നു. പിന്നെ യേശുദാസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം അമേരിക്കയിലും കാര്യങ്ങളൊക്കെ ആയി നടക്കുന്ന സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വാടക പോലും കൊടുക്കാനില്ലാണ്ട്, ചികിത്സ പോലും ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് കഷ്ടപ്പെടണം എന്നുള്ള കാര്യം യേശുദാസ് അറിയണത്. യേശുദാസ് എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാ മാസം അനിയന് 50,000 രൂപ അയച്ചു കൊടുക്കും. ബാങ്കിൽ നിന്ന് വന്ന് ക്രെഡിറ്റ് ആവും, എല്ലാ മാസം ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ വീട്ടുവാടക കൊടുക്കുന്നത് യേശുദാസാണ്. അതുപോലെ തന്നെ താഴെയുള്ള മകനെ പഠിപ്പിക്കുന്നതും യേശുദാസ് തന്നെയാണ്. ഇവരെല്ലാ കാര്യങ്ങളും നോക്കുന്നത് യേശുദാസാണ്. പക്ഷേ ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരുപാട് വിഷമമുള്ള ഒരാളാണ് ജസ്റ്റിൻ പറയാറുണ്ട്, ചേട്ടനെ ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, എൻ്റെ കാലക്കേട്, എൻ്റെ ഭാര്യയ്ക്ക് അസുഖം, എനിക്ക് അസുഖം. പക്ഷേ ചേട്ടനെ ഞാൻ എത്ര ചേട്ടനെ ബുദ്ധിമുട്ടിച്ച് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ഒരുപാട് വിഷമങ്ങൾ ജസ്റ്റിൻ്റെ മനസ്സിലുണ്ടാകുന്നു. അപ്പോൾ ജസ്റ്റിൻ്റെ മകനും കൂടി പോയതോട് കൂടിയിട്ട് ജസ്റ്റിന് എല്ലാം നഷ്ടപ്പെട്ട പോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിനേലും വലിയ ഗായകനായിട്ട് വരേണ്ട ഒരാളാണ്
നമ്മുടെ ജസ്റ്റിൻ. ഇദ്ദേഹത്തിൻ്റെ പരാധീനതകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ കാരണം, രോഗങ്ങളും കാരണം എന്തുണ്ടായി, ഇദ്ദേഹം തന്നെ ഒരു ഒതുങ്ങി കഴിയാൻ ആഗ്രഹിച്ചു. യേശുദാസിൻ്റെ അനിയനാണെന്ന് പോലും മൂപ്പര് മറന്നുകൊണ്ട് ഒരു വാടക വീട്ടിൽ, കാറ് പോലും ചെല്ലാത്തൊരു വീടാണ്, ആ വീട്ടിൽ മൂപ്പര് ഒതുങ്ങി കഴിയാനായിട്ട് മൂപ്പര് ഇത് ഉണ്ടായത്. അങ്ങനെ ഇരിക്കലാണ് ഫെബ്രുവരി 6-ാം തീയതി അദ്ദേഹം വല്ലാർപാടത്ത് കായലിൽ ചാടി മരിച്ചത്. വീട്ടിൽ നിന്ന് ഭക്ഷണം മേടിക്കാമെന്ന് പറഞ്ഞ ആൾ പോയതാണ്. എന്നിട്ട് ആ പോയ ആൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ പോലീസ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അപ്പോൾ നോക്കിയപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ മുങ്ങിമരണം തന്നെയാണ്. ഇയാൾ ജസ്റ്റിൻ്റെ വീട് ഇരിക്കുന്നിടത്ത് കുറേ പോയിട്ടാണ് ഈ വല്ലാർപാടം ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് പോയി എന്നുള്ളത് മനസ്സിലായി. കാരണം അതിനുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ട്. ഇപ്പോൾ ഈ മരിക്കുന്നവരെ യേശുദാസിൻ്റെ 50,000 രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാരന് വാടക അയച്ചു കൊടുത്തോളുന്നതും ഈ യേശുദാസിൻ്റെ ഓഫീസിൽ നിന്നാണ്. അതൊക്കെ മൂപ്പര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അനുജന്മാരെ ഒരു പരിധി വരേക്കിന് ചേട്ടന്മാർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ രോഗങ്ങളുടെ പിടിയിൽ പെട്ടതാണ് ജസ്റ്റിൻ മരിക്കാനൊരു കാരണം. അല്ലാണ്ട് യേശുദാസിന് യാതൊരു കഴിവില്ല. യേശുദാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിയുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ യേശുദാസിനെ അങ്ങനെ കുറ്റം പറയണത്. യേശുദാസ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഗായകനാന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ഗാനഗന്ധർവനാണ്. അയാൾ ഒരുപാട് മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വന്തം അനിയനെ മാക്സിമം നെഞ്ചോട് ചേർത്ത് പിടിക്കുക ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഈ ആത്മഹത്യ ചെയ്തത് അത് ജസ്റ്റിൻ്റെ മാത്രം തീരുമാനമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എത്ര ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ അതിൻ്റെ ഭാര്യയ്ക്കുണ്ട്. അതിൻ്റെ പോലെ തന്നെ മകൻ്റെ ആത്മഹത്യ, ഇതെല്ലാം കൊണ്ടും ചേട്ടൻ എന്തോരം ഡിപ്പെൻഡ് ചെയ്ത് ഒരു അനിയൻ ജീവിക്കാൻ പറ്റും. ജീവിതം വഴിമുട്ടി എന്നുള്ള നിലയിലാണ് മൂപ്പര് കായലിൽ ചാടി മരിച്ചത്. അത് ഈ പാവ യേശുദാസായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഒരു 50,000 രൂപ കിട്ടിയാൽ പോരെ. ഭീമമായ ചിലവുണ്ടായിരിക്കാം. എന്നിരുന്നാലും 50,000 രൂപയുടെ പുറമെ വീട്ടുവാടക കൊടുക്കുന്നു, താഴെയുള്ള മകനെ പഠിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയില്ല. എത്ര മരുന്ന് കഴിച്ചാലും അവൻ്റെ രോഗം മാറില്ല. അതുപോലെ തന്നെ ഭാര്യയുടെ രോഗം മാറില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയമായി എടുത്തുള്ള ഒരു തീരുമാനമാണ്. ചേട്ടനെ എന്തോരം ബുദ്ധിമുട്ടിക്കാം. നമ്മൾക്കായാലും ചേട്ടനായാലും അനിയനായാലും അനിയത്തിയായാലും നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം സ്വയമായി എടുത്തുള്ള തീരുമാനമാണ്. ഇതിൽ യേശുദാസിന് യാതൊരു ബന്ധവുമില്ല. യേശുദാസ് ഇപ്പോഴും ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അയാളുടെ മനസ്സ് ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. അനിയൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചില വിധികളാണത്. ഈ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയ കാരണം ഇതിൻ്റെ എല്ലാ പാപഭാരങ്ങളും ഈ മനുഷ്യൻ്റെ തലയിൽ ജനങ്ങൾ വെച്ച് കെട്ടി, സോഷ്യൽ മീഡിയയും വെച്ച് കെട്ടി. യഥാർത്ഥ സത്യം അതല്ല. ഇതാണ് യഥാർത്ഥ സത്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ എത്ര കാശ് കൊടുത്താലും എത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ രക്ഷപ്പെടില്ല. അവർ വിധി അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നമുക്ക് പാകില്ല ഇവനെ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗമാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയ വില്ലൻ. പൈസയല്ല. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. നടന്ന് 2 കാലം നടന്ന് നമുക്ക് ജീവിക്കാം. പിച്ച തണ്ടെങ്കിലും ജീവിക്കാം. പക്ഷേ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റും? ഒരു തലവേദന വന്നാൽ പോലും നമ്മൾ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ. ആ തലവേദന എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടി എത്ര ഡോസുള്ള ഗുളിക വേണമെങ്കിൽ എടുത്ത് കഴിക്കും. ഒരു പനി വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ പനി നമ്മൾ കടത്തി വിടില്ല. അതിനു മുമ്പ് എന്ത് ആൻറ്റിബയോട്ടിക്സ് ഗുളിക കഴിച്ചിട്ടായാലും പനി മാറ്റും. അപ്പോൾ അതൊന്നും കൊണ്ട് നടക്കാൻ നമുക്ക് സഹിക്കില്ല. അങ്ങനെ സഹിക്കാത്ത ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ അവർക്ക് ഇത്രയും രോഗങ്ങളുള്ള ഒരു വ്യക്തി എന്നേ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം ഇത്രയും നാൾ പിടിച്ചു നിന്നതന്നെ വലിയൊരു കാര്യം. ഇദ്ദേഹത്തിൻ്റെ മകൻ പോയതുകൊണ്ട് ഇയാളുടെ എല്ലാ കൺട്രോളും പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു ഗായകനാണ് നമ്മുടെ യേശുദാസ്. അദ്ദേഹത്തിനെ ചളിവാരി അറിയാണ്ടിരിക്കുക. അദ്ദേഹത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഗായകരൊക്കെ എല്ലാ ഗായകരും ഇവിടെയുള്ള എല്ലാ ഗായകരും യേശുദാസന് ഗുരു. അവർക്കൊക്കെ ഗുരുനാഥൻ യേശുദാസനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.